friends, welcome back to VKP Commerce Education. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സിനെ കുറിച്ചാണ്. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും ഡിഗ്രി PG, എസ്പെഷ്യലി BCom, BBA, MCom, MBA തുടങ്ങിയ കോഴ്സുകളിൽ പഠിക്കാനുള്ള ഒരു പേപ്പറാണ് ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ അതിലെ ബേസിക് കൺസെപ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യപ്പെടുന്നത് മീനിങ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ടാക്സ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സ്, ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ് ആൻഡ് വാട്ട് ഈസ് ഇൻകം ടാക്സ്. അപ്പോൾ നമുക്ക് ഇൻകം ടാക്സിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായി എന്താണ് ടാക്സ് എന്ന് അറിഞ്ഞിരിക്കാം. ടാക്സ് മലയാളത്തിൽ നമ്മളതിന് നികുതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ നികുതി ഇന്നോ ഇന്നലെയോ ചുമത്തപ്പെടാൻ തുടങ്ങിയിട്ടുള്ളതല്ല. പണ്ട് മുതൽ രാജഭരണകാലം മുതലും അതിനു മുമ്പ് മുതലും എന്തുണ്ട്, നികുതി ചുമത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ടാക്സേഷൻ എന്ന വാക്കിൽ നിന്നാണ് ടാക്സ് എന്ന വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഒരു ടാക്സ് അഥവാ നികുതി എന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതിയോ പരോക്ഷ നികുതിയോ ആവാം. അതായത് ഡയറക്റ്റ് ടാക്സോ ഇൻഡയറക്റ്റ് ടാക്സോ ആവാം എന്നുള്ളതാണ്. നികുതിദായകൻ നേരിട്ട് അടയ്ക്കുകയാണ് എങ്കിൽ, ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. നികുതിദായകൻ നേരിട്ടല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെയോ അയാളിലൂടെ അല്ലാതെയോ ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ അതിന് ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ പരോക്ഷ നികുതി എന്ന് പറയാം. നമ്മൾ ഇന്ന് പഠിക്കുന്ന ഇൻകം ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സ് ആണെന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ജനങ്ങളിൽ നിന്ന് നിർബന്ധമായും കളക്ട് ചെയ്യപ്പെടുന്ന, അതായത് ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി നിർബന്ധമായും കളക്ട് ചെയ്യപ്പെടുന്ന കമ്പൽസറി എക്സ്ട്രാക്ഷൻ ഓഫ് മണി ആണ് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടാക്സ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടാക്സ് അഥവാ നികുതി പിരിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഇത് പിരിക്കാനുള്ള റൈറ്റ് ഗവൺമെന്റിനുണ്ട്. അതുപോലെ തന്നെ ഇത് അടയ്ക്കാനുള്ള ചുമതല, ഡ്യൂട്ടി ആരുടേതാണ്, ജനങ്ങളുടേതും ആണ് എന്നുള്ളതാണ്. പ്രധാന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കമ്പൽസറി പേയ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് നിർബന്ധമായി തീരുകയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർക്ക് നൽകപ്പെടുന്ന സേവനങ്ങൾക്ക് അവർ നിർബന്ധമായിട്ടും ടാക്സ് അടച്ചിരിക്കണം എന്നുള്ളതാണ്. കമ്പൽസറി ആവുന്നത് എന്തുകൊണ്ടാണ്, റിഫ്യൂസൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു പണിഷ്മെന്റ് ഒഫൻസ് ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ പണിഷബിൾ ഒഫൻസ് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പൽസറി പേയ്മെന്റ് ആയിട്ട് മാറ്റപ്പെടുന്നത്. ഇപ്പോൾ പ്രകൃതി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വിഭവങ്ങൾ, ഫോർ എക്സാമ്പിൾ റിവറായിട്ടും നേച്ചറായിട്ടും പോൺസായിട്ടും പല രൂപത്തിൽ വാട്ടറിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസ് പ്രകൃതി തരുന്നു. അതിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്തുകൊണ്ട്, ചെറിയ രൂപത്തിൽ ഇവാപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, കുറേശ്ശെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, വീണ്ടും തിരിച്ചും മഴയായിട്ട് ഇതെല്ലാം റീഫിൽ ചെയ്യുന്നു. ഇതേ സിസ്റ്റം തന്നെയാണ് ടാക്സ് എന്ന സിസ്റ്റം കൊണ്ടും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് അതിൻ്റെ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് വെൽഫെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസും സോഷ്യൽ സെക്യൂരിറ്റി ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നതിന് ഒരുപാട് ഫണ്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്നും നികുതി നേരിട്ടോ അല്ലാതെയോ പിരിച്ചെടുക്കുന്ന സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഇത് കമ്പൽസറി പേയ്മെന്റ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോ ഡയറക്റ്റ് ക്വിഡ് പ്രോ ക്യൂ ആണ്. നമ്മൾ നികുതി അടച്ചു എന്ന് കരുതിയിട്ട് നമുക്ക് നേരിട്ട് എന്തില്ല, ഒരു ലാഭമോ അതിൽ നിന്നൊരു ബെനഫിറ്റോ ലഭ്യമാവുകയില്ല എന്നുള്ളതാണ്. ആൻഡ് ദ ടൈം ആൻഡ് മോഡ് ഓഫ് ദ പേയ്മെന്റ് ഓഫ് ടാക്സ് ആർ ഫിക്സഡ് ബൈ ദ ഗവൺമെന്റ് ഓർ ദ ടാക്സ് അതോറിറ്റീസ്. എപ്പോൾ, എങ്ങനെ, ഏത് രൂപത്തിൽ ടാക്സ് അടയ്ക്കണം എന്നുള്ളത് കൃത്യമായി അതായത് ഗവൺമെന്റുകൾ തീരുമാനിക്കപ്പെടുന്നു. അത് ലോക്കൽ ബോഡി ആണെങ്കിൽ ലോക്കൽ ബോഡി, ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കൃത്യമായിട്ട് ഏത് സമയത്ത് ഏത് രൂപത്തിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കണം എന്നുള്ളത് തീരുമാനിക്കപ്പെടും. ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് എന്ത് പറയാവുന്നത്, ടാക്സിന്റെ ഒരു ബേസിക് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. ഇനി എന്തിനാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷൻ. First of all, it is for generation of revenue needed for the government. ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ടാക്സ് അഥവാ നികുതി പിരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് മണി ഇൻ ദി ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ. ചുരുക്കം ചില ആളുകളുടെ കയ്യിൽ പണം കുമിഞ്ഞുകൂടുന്നത് ഒഴിവാക്കുന്നതിനും അവരുടെ കയ്യിൽ നിന്ന് വെൽത്ത് ടാക്സ് ആയിട്ടും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ആയിട്ടും കളക്ട് ചെയ്തുകൊണ്ട് ഗവൺമെന്റ്
ആ പണം ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. Then third one, it is the increasing the habit of savings and productive investment. സേവിങ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ സമ്പാദ്യശീലം ഉയർത്തുക, അതുപോലെ തന്നെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക. ഇത്തരം കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യാം, അവരുടെ ടാക്സ് സേവിങ് നടത്താം. അപ്പോൾ ഇത്തരത്തിൽ ടാക്സ് സേവിങ്ങിന് പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ വഴിയിലൂടെ തന്നെ ആളുകളിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനും ഈ ഒരു ടാക്സേഷൻ ഉപകാരപ്രദമാണ് എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് വൺ, സ്പീഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. വളരെ പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വികസനം നേടിയെടുക്കുന്നതിനും അതുപോലെ തന്നെ തൊഴിൽ മേഖലയെ സമ്പുഷ്ടീകരിക്കുന്നതിനും കൂടുതൽ തൊഴിൽ മേഖലകൾ കണ്ടെത്തുന്നതിനും ഇത്തരത്തിലുള്ള ടാക്സേഷൻ ഉപകാരപ്രദമാണ്. ധാരാളം ലക്ഷ്യങ്ങൾ ഒരു ടാക്സേഷൻ പോളിസിക്ക് ഉണ്ടെങ്കിൽ കൂടിയും ഏറ്റവും പ്രധാനപ്പെട്ട 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇൻകം ടാക്സ് എന്നുള്ളതാണ്. കൃത്യമായി ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നില്ല വാട്ട് ഈസ് ഇൻകം ടാക്സ് എന്നുള്ളത്. അപ്പോൾ കൃത്യമായ ഒരു ഡെഫിനിഷൻ ഇല്ല ഇൻകം ടാക്സ് എന്താണെന്നുള്ളത്. സിംപ്ലി വി ക്യാൻ സേ ഇറ്റ് ഈസ് ടാക്സ് ഓൺ ഇൻകം. ഇൻകത്തിന് മുകളിലുള്ള ടാക്സ് ആണ് എന്ത്, ഇൻകം ടാക്സ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഒരു അസസി ഏൺ ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻകത്തിന് അസസ്മെന്റ് ഇയർ, അതായത് പ്രീവിയസ് ഇയറിന്റെ ഏറ്റവും അടുത്ത ഇയർ അസസ്മെന്റ് ഇയറിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻകം ടാക്സിൽ പറയുന്നത്. അതും എല്ലാ ആളുകളും അടയ്ക്കേണ്ടതില്ല. ഒരു നിശ്ചിത സീലിംഗ് ലിമിറ്റിനും മുകളിൽ ഇൻകം ഏൺ ചെയ്യപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ടാക്സ് ലാബിലിറ്റി വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇൻകം ടാക്സ് ഈസ് എ ഡയറക്റ്റ് ടാക്സ്. ഇതൊരു ഡയറക്റ്റ് ടാക്സ് ആണ്, അതായത് നികുതി ദായകൻ അല്ലെങ്കിൽ അടയ്ക്കുന്ന ആള് നേരിട്ട് അതാത് അതോറിറ്റിയിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന 5 അതോറിറ്റീസ് അല്ലെങ്കിൽ ഈ ഒരു 5 റൂൾസ് ആൻഡ് റെഗുലേഷൻസും കൂടി ചേരുമ്പോഴാണ് ഒരു വർഷത്തെ ഇൻകം ടാക്സ് അപ്ലിക്കബിൾ ആകുന്നതും അതിൻ്റെ എൻഫോഴ്സ്മെന്റ് നടക്കുന്നതും എന്നുള്ളതാണ്. IT ആക്ട് 1961, അതായത് ഇൻകം ടാക്സ് ആക്ട് 1961 ഇൻകം ടാക്സ് ആക്ട് ഓരോ വർഷത്തിലും പാസ്സാക്കുന്ന കേന്ദ്ര മന്ത്രിസഭ പാസ്സാക്കുന്ന ഫിനാൻസ് ആക്ട്, അതുപോലെ തന്നെ 1962 ഇൻകം ടാക്സ് റൂള്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ഫ്രെയിം ചെയ്യപ്പെടുന്ന ഇൻകം ടാക്സ് റൂൾ അനുസരിച്ചിട്ടും കാലാകാലങ്ങളായിട്ട് വ്യത്യസ്തമായ നീതിന്യായ വ്യവസ്ഥകളിലൂടെ കോടതികളിലൂടെ പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ചും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിക്കുന്ന സർക്കുലറുകൾക്കനുസരിച്ചും നോട്ടിഫിക്കേഷൻസ് അനുസരിച്ചും ഓർഡറുകൾക്കനുസരിച്ചുമാണ് ഓരോ വർഷവും ഇന്ത്യയിൽ ഇൻകം ടാക്സ് ലോ അപ്ലൈ ചെയ്യപ്പെടുന്നതും എൻഫോഴ്സ് ചെയ്യപ്പെടുന്നതും. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇൻകം ടാക്സ് ലോയുടെ പ്രവർത്തനക്രമം എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങളെ അല്ലെങ്കിൽ 5 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സിനെ കുറിച്ച് പഠിക്കാം. എങ്ങനെയാണ് ഇന്ന് കാണുന്ന ഇൻകം ടാക്സ് എന്ന സിസ്റ്റത്തിലേക്ക് വന്നിട്ടുള്ളത്, അതിൻ്റെ കാലക്രമേണയുള്ള മൈൽ സ്റ്റോൺസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ 1857 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അത് അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ വന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക നഷ്ടം ഇല്ലാതാക്കുന്നതിനും ഗവൺമെന്റിന്റെ റവന്യൂ എക്സ്ചക്കർ ഖജനാവിലേക്കുള്ള വരുമാനം കൂട്ടുന്നതിനും വേണ്ടിയിട്ടാണ് 1860 ഫസ്റ്റ് ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കുന്നത്. ഫസ്റ്റ് ഇൻകം ടാക്സ് ആക്ട് ഇൻട്രൊഡ്യൂസ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ ബൈ സർ ജെയിംസ് വിൽസൺ. ജെയിംസ് വിൽസൺ ആണ് ഈ ഒരു ഫസ്റ്റ് ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ലോർഡ് കേഴ്സണിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഫസ്റ്റ് ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. ഈ ഒരു ഇൻകം ടാക്സ് ആക്ട് വരുന്നതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് 1857 ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിളിന്റെ സപ്രഷനുമായി ബന്ധപ്പെട്ടുള്ള
ഇക്കണോമിക് ഡിപ്രഷൻ റിക്കവർ ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇൻകം ടാക്സ് അന്ന് അപ്ലൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 1992 ന്യൂ ഇൻകം ടാക്സ് ആക്ട് വിത്ത് വേരിയസ് അമെൻമെൻറ്റ്സ്, ഒരുപാട് അമെൻമെൻറ്റുകളുമായിട്ട് പുതിയ ഒരു ഇൻകം ടാക്സ് ആക്ട് കൂടി വന്നു 1922. ഓക്കെ. ദെൻ 1951 ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ കമ്മീഷൻ, വരദാചാരിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഇൻകം ടാക്സ് കമ്മീഷൻ, ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷനെ 1951 അപ്പോയിന്റ് ചെയ്തു. ദെൻ 1954 ടാക്സേഷൻ എൻക്വയറി കമ്മീഷൻ, ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള ടാക്സേഷൻ എൻക്വയറി കമ്മീഷൻ. ദെൻ 1961 സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ ആദ്യത്തെ ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കി. അതിനുശേഷം ഇൻകം ടാക്സ് റൂള് അപ്ലൈ ചെയ്യപ്പെടുന്നത് 1/4/1962 മുതലാണ് ഇൻകം ടാക്സ് റൂള് അപ്ലൈ ചെയ്യപ്പെടുന്നത്. ദെൻ ഇൻകം ടാക്സിന്റെ അപ്പെക്സ് അതോറിറ്റി, അപ്പലറ്റ് അതോറിറ്റിയായി കൺസിഡർ ചെയ്യപ്പെടുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് 1964 എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇറ്റ് ഈസ് ദ അപ്പെക്സ് അതോറിറ്റി ഓഫ് ഇൻകം ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. അതിനുശേഷം 1984 ഒരു വേരിയസ് ആയിട്ടുള്ള അമെൻമെന്റ്സോട് കൂടിയിട്ട് ഇൻകം ടാക്സ് പാസ്സാക്കി. ദെൻ 1994 ടാക്സ് പേയറിന് ഐഡന്റിഫിക്കേഷൻ നമ്പർ, അതായത് പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ 2010 ഡയറക്റ്റ് ടാക്സ് കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് ഒരു ഇന്ത്യയിലെ ഇൻകം ടാക്സ്, ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സിന്റെ മൈൽ സ്റ്റോൺസ് എന്ന് പറയാവുന്ന വിവിധ കാലഘട്ടങ്ങളിലുള്ള സംഭവ വികാസങ്ങൾ. നമ്മുടെ അടുത്ത ക്ലാസ്സുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇൻകം, ആരൊക്കെയാണ് ടാക്സ് കൊടുക്കേണ്ട അസസീസ്, അസസ്മെന്റ് ഇയർ എന്താണ്, പ്രീവിയസ് ഇയർ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്.